ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടിൻ ഫ്ലെയിം ജേർണിയിലെ ചേസിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ടിൻ ഫ്ലെയിം ജേർണിയിലെ ബബിൾ ഫേസിന് ശേഷം വരുന്ന സെപ്പറേഷൻ മുതലാണ് ഡിവൈൻ ഫെമിനൈൻസ് അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ ചേസ് ചെയ്ത് പോകുന്നത്. കാരണം ബബിൾ ഫേസിന് ശേഷം നമ്മുടെ ഡിവൈൻ മസ്കുലൈന് ഇൻസെക്യൂരിറ്റീസ് ഫീലായി അവർ നമ്മളിൽ നിന്ന് റൺ ചെയ്ത് പോവുകയാണ്. ചിലർ പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തുറന്നടിച്ച് പറഞ്ഞിട്ട് പോവും. വേറെ ചിലരാണെങ്കിൽ നമുക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മളോട് മിണ്ടാതിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണം അറിയില്ലാത്തത് കൊണ്ട് തന്നെ DFs അവരെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് ഒരു തരത്തിലുള്ള റിപ്ലൈ അവർ തരില്ല. അപ്പോൾ ആദ്യം നമ്മൾ അവരെ കൺവിൻസ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാനായിട്ട് നോക്കും. പക്ഷേ അതൊരിക്കലും ഫലം കാണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവരെ ചേസ് ചെയ്യും. അവരെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കും. അതും ഫലം കാണില്ല. പിന്നെ നമ്മൾ അവരായിട്ട് അടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ട് ചിലർ മാസങ്ങളോളം ചേസ് ചെയ്യാം, ചിലർ വർഷങ്ങളോളം ചേസ് ചെയ്യാം. ഇപ്പം എൻ്റെയൊക്കെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1 വർഷവും 7 മാസവും ഞാൻ എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ വെറുതെ ചേസ് ചെയ്ത് സമയം കളഞ്ഞിട്ടുള്ള ഒരാളാണ്. എൻ്റെ ടിൻ ഫ്ലെയിം ജേർണിയിൽ എനിക്കും ഗ്രോത്ത് ഉണ്ടായില്ല, ആൾക്കും ഒരു മനസ്സമാധാനവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചേസ് ചെയ്ത് ആളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എൻ്റെ കുഴപ്പമായിരുന്നില്ല, അവൻ്റെയും കുഴപ്പമായിരുന്നില്ല. എനർജി ബാലൻസ് അല്ലാത്തതുകൊണ്ടാണെന്ന് പിന്നീട് അവേക്കനിങ്ങിലേക്കൊക്കെ വന്നപ്പം ഞാൻ തിരിച്ചറിഞ്ഞു. ഇതുപോലെ തന്നെയായിരിക്കും എല്ലാ ഡിവൈൻ ഫെമിനിൻസും. അവർ ഒരുപാട് ചേസ് ചെയ്തിട്ട് അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രത്തോളം ചേസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് അകന്നു പോവുകയാണ് ചെയ്യുക, ഒരിക്കലും നമ്മളിലേക്ക് അടുത്ത് വരികയല്ല ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡിവൈൻ ഫെമിനൈൻസ് ചേസ് ചെയ്ത് അവർ ഓടി തളർന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവർ മടുത്തു കഴിഞ്ഞിട്ട് അവർ സ്വയം ചിന്തിച്ചു തുടങ്ങും, ഞാൻ എന്തിനാണ് ഈ ഒരു വ്യക്തിയുടെ പുറകെ പോകുന്നത്, പുറകെ പോയിട്ട് ഒരു കാര്യമില്ല, എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് മറന്നു കിട്ടിയാൽ മതി എന്നോർത്ത് നമ്മൾ അവരെ മറക്കാനായിട്ട് ശ്രമിച്ചാൽ അതും ഒരിക്കലും ഫലം കാണില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്, നമ്മുടെ സെയിം സോളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കില്ല, മറക്കാനോ വെറുക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിലൂടെ 24 മണിക്കൂറും അവരുടെ ചിന്തകളായിരിക്കും ഓടിക്കൊണ്ടിരിക്കുക. ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കിയാലും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മുടെ എനർജി നമ്മളിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന് എനർജി കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ഒരു ഗുണം ഉണ്ടാവില്ല, അവർക്കും ഒരു ഗുണം ഉണ്ടാവില്ല, അവർക്കും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, നമുക്കും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എനർജി നമ്മളിലേക്ക് തിരിച്ചെടുത്ത് നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ ടിൻ ഫ്ലെയിം ജേർണിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചേസ് ചെയ്യുന്നത്, എങ്ങനെ ഈ ചേസിങ് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിവൈൻ ഫെമിനൈൻസ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ ഡിവൈൻ ഫെമിനിൻ എനർജിയും ഡിവൈൻ മസ്കുലിൻ എനർജി ഉണ്ട്. കൂടുതലായിട്ട് ഫെമിനിൻ എനർജി ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്നു, മസ്കുലിൻ എനർജി ലോ ലെവലിൽ നിൽക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള മസ്കുലിൻ എനർജി താഴ്ന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മളത് തേടി പുറത്തേക്ക് പോവില്ല. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് അന്വേഷിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും. നമ്മുടെ ഉള്ളിൽ മസ്കുലൈൻ എനർജി കുറവായതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേറൊരു മസ്കുലൈനെ പുറത്ത് അന്വേഷിച്ചു പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ മസ്കുലൈനെ ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫെമിനിൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഫെമിനിൻ എനർജി ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. ഫെമിനിൻ എനർജിയുടെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നല്ല സ്നേഹം ഉള്ളവരായിരിക്കും, അതുപോലെ തന്നെ നന്നായി കെയർ ചെയ്യുന്നവരായിരിക്കും, നെർച്ചർ ചെയ്യുന്നവരായിരിക്കും, അതുപോലെ തന്നെ അവർ ഹാർട്ടിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും, വളരെ ആലോചിച്ച് ഹാർട്ട് പറയുന്നത് കേട്ടിട്ട് തീരുമാനം എടുക്കുന്നവരായിരിക്കും. പിന്നെ മറ്റുള്ളവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും.
എംപാത്സ് ആയിരിക്കും. പിന്നെ മറ്റെന്തിനേക്കാൾ കൂടുതൽ റിലേഷൻഷിപ്പിന് മുൻഗണന കൊടുക്കുന്നവരായിരിക്കും ഫെമിനിൻ എനർജീസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ മസ്കുലൈനെ ചേസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറവുള്ള മസ്കുലിൻ എനർജി, മസ്കുലിൻ ക്വാളിറ്റീസിനെ കൂട്ടിക്കൊണ്ട് വരുന്നതിലൂടെ നമുക്ക് ഈ ഒരു ചേസിങ് ഒരു പരിധി വരെ നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ മസ്കുലിൻ എനർജീസിൻ്റെ ക്വാളിറ്റീസ് എന്താന്ന് പറഞ്ഞാൽ അവർ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നവരായിരിക്കും. അവരുടെ ഹാർട്ടിൽ നിന്ന് തീരുമാനം എടുക്കുന്നവരായിരിക്കില്ല. അവരുടെ മൈൻഡ് പറഞ്ഞ് കേട്ട് തീരുമാനം എടുക്കുന്നവരായിരിക്കും. പിന്നെ അവരൊരു ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചാൽ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് നേടിയെടുക്കുന്നവരായിരിക്കും മസ്കുലിൻ എനർജീസ്. അതിനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടും. രാത്രി ഉറക്കമുളച്ചിരുന്നിട്ടാണെങ്കിലും ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരായിരിക്കും മസ്കുലിൻ എനർജീസ്. പിന്നെ അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാൾ കൂടുതൽ അതിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. റിലേഷൻഷിപ്പിനൊക്കെ രണ്ടാമത് വാല്യൂ കൊടുക്കുന്നവരായിരിക്കും അവർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക, അതിലേക്ക് നമ്മുടെ എനർജി കൊണ്ടുവരിക. അതിപ്പം കരിയർ ആണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ എനർജി ഫുള്ളായിട്ട് ആ ഒരു ഗോൾ നേടിയെടുക്കാനായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് മസ്കുലൈൻ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. കോഡിപ്പെൻഡൻസി ഒഴിവാക്കിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നാഡീശുദ്ധി പ്രാണായാമമാണ്. ഇത് യൂട്യൂബിലൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ നാഡീശുദ്ധി പ്രാണായാമം ഡെയിലി 21 പ്രാവശ്യം രാവിലെയും 21 പ്രാവശ്യം ഉറങ്ങുന്നതിന് മുമ്പും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ ബോഡിയിലുള്ള ഇതാ പിങ്കള നാഡി ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നാഡീശുദ്ധി പ്രാണായാമം. ഇതാ നാഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫെമിനിൻ എനർജിയാണ്, അതായത് ശക്തി എനർജി. പിങ്കള നാഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് മസ്കുലിൻ എനർജിയാണ്, അത് ശിവ എനർജിയാണ്. അപ്പം ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇന്നർ മസ്കുലൈൻ ഫെമിനിൻ എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റിലൂടെ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം 2 നോസ്ട്രിലും ക്ലോസ് ചെയ്ത് പിടിച്ചതിന് ശേഷം കുറച്ച് സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് നോസ്ട്രിലൂടെ ബ്രീത്ത് പുറത്തേക്ക് വിടുക. അതിനുശേഷം നേരെ തിരിച്ചും ചെയ്യുക. നിങ്ങളുടെ ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്ത് പിടിക്കുക. റൈറ്റിലൂടെ ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം 2 നോസ്ട്രിലും ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് കുറച്ച് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റൈറ്റിലൂടെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 21 ടൈംസ്, രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു 21 ടൈംസും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 21 ടൈംസും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇതാ പിങ്കള നാഡി വളരെ പെട്ടെന്ന് ബാലൻസിലാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങളുടെ ഇന്നർ യൂണിയൻ സാധ്യമാക്കി തരും. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ മസ്കുലൈൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരും. ഇത് ബാലൻസ് നമുക്ക് ഇന്നർ യൂണിയൻ സാധ്യമായി കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊരു മസ്കുലൈനെ അന്വേഷിച്ച് പോവില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റീയൂണിയൻ ആവാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ റീയൂണിയൻ സാധ്യമാകട്ടെ. താങ്ക് യു. ടേക്ക് കെയർ.